നമസ്കാരം. ബികോം 6th സെമസ്റ്ററിൻ്റെ എലക്റ്റീവ് പേപ്പറായിട്ടുള്ള കോഓപ്പറേറ്റീവ് അക്കൗണ്ടിങ്ങിൻ്റെ 5th മൊഡ്യൂളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. മൊഡ്യൂളിൻ്റെ പേര് കോഓപ്പറേറ്റീവ് ഓഡിറ്റ് എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ കോഓപ്പറേറ്റീവ് അക്കൗണ്ടിങ് എന്താണെന്നാണ് കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. അത് ഫസ്റ്റ് മൊഡ്യൂളായിരുന്നു. ഇനിയിപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മൊഡ്യൂൾ 5 ആണ്. എന്നുവെച്ചാൽ ആദ്യമേ കുറച്ചു തിയറി പോർഷൻസൊക്കെ പറഞ്ഞു തീർത്തിട്ട് പ്രോബ്ലം മൊഡ്യൂൾസ് പഠിപ്പിക്കാം എന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഇത് 5th മൊഡ്യൂളാണ്. 5th മൊഡ്യൂൾ എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു ചിലപ്പോൾ 2 പാർട്ടായിട്ടോ 3 പാർട്ടായിട്ടോ ചെയ്യേണ്ടി വരും. അതിലെ ഫസ്റ്റ് പാർട്ടാണ് കോഓപ്പറേറ്റീവ് ഓഡിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ കോഓപ്പറേറ്റീവ് ഓഡിറ്റ് എന്താണ്, അതേപോലെ ആ കോഓപ്പറേറ്റീവ് ഓഡിറ്റിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്, അതേപോലെ കോഓപ്പറേറ്റീവ് ഓഡിറ്റിൻ്റെ നീഡ് എന്താണ് എന്ന് പറയുന്നുണ്ട്. അതേപോലെ തന്നെ നീഡ് പറയുന്നുണ്ട്. നീഡ് കഴിഞ്ഞാൽ നമുക്ക് പറയുന്ന പോർഷൻ ഒബ്ജക്റ്റീവ്സ് ആണ്. ഒബ്ജക്റ്റീവ്സ് പറഞ്ഞു കഴിഞ്ഞിട്ട് അഡ്വാൻറ്റേജസ് പറയുന്നുണ്ട്. അപ്പോൾ അത്രയും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. വളരെ കുറച്ച് ചെറിയൊരു ടോപ്പിക്കാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ഈ ഒരു മൊഡ്യൂൾ വളരെ വേഗത്തിൽ അതിൻ്റെ വീഡിയോസ് ചെയ്തു തരാം എന്ന് പ്രതീക്ഷിക്കുകയാണ്. അപ്പോൾ എന്താണ് ആദ്യം കോഓപ്പറേറ്റീവ് ഓഡിറ്റ് എന്നാണ് നമ്മൾ പറയുന്നത് കേട്ടോ. ഇതൊരു എക്സാം പോയിൻ്റ് ഓഫ് വ്യൂവിൽ നോക്കുകയാണെങ്കിൽ ഒരു ഇച്ചിരി പ്രധാനപ്പെട്ട ഏരിയയാണ് കോഓപ്പറേറ്റീവ് ഓഡിറ്റ് എന്ന് പറയുന്നത്. കാരണം അതിൻ്റെ നീഡും ഒബ്ജക്റ്റീവ്സ് ഒക്കെ 4 മാർക്കിനോ 2 മാർക്കിനോ ഒക്കെ ചോദിക്കാൻ പറ്റിയതാണ്. അപ്പോൾ കോഓപ്പറേറ്റീവ് ഓഡിറ്റ് എന്ന് വെച്ചാൽ എന്താണ്, നമ്മൾ കോഓപ്പറേറ്റീവ് സ്ഥാപനങ്ങളിൽ നടക്കുന്ന ഓഡിറ്റ് വർക്കിനെയാണ് കോഓപ്പറേറ്റീവ് ഓഡിറ്റ് എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ 6th സെമ്മിൽ ഓഡിറ്റിംഗ് എന്ന് പറയുന്നൊരു പേപ്പർ തന്നെ പഠിക്കുന്നുണ്ട്. അതിനകത്ത് ഓഡിറ്റിനെ കുറിച്ച് വളരെ വ്യക്തമായി നമ്മൾ പഠിക്കുന്നുണ്ട്. ഇപ്പോൾ കോഓപ്പറേറ്റീവ് ഓഡിറ്റ് എന്ന് വെച്ചാൽ സഹകരണ സ്ഥാപനങ്ങളിൽ അവിടുത്തെ സഹകരണ തത്വങ്ങളും അതേപോലെ നമ്മുടെ അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസും ഒക്കെ വളരെ കൃത്യമായിട്ട് നടക്കുന്നുണ്ട്, അവിടുത്തെ എൻട്രി എല്ലാം വളരെ കൃത്യമായിട്ട് പോകുന്നുണ്ട് എന്നൊക്കെ ഉറപ്പുവരുത്താൻ വേണ്ടി നടത്തുന്ന ഓഡിറ്റ് വർക്കിന് നമുക്ക് കോഓപ്പറേറ്റീവ് ഓഡിറ്റ് എന്ന് പറയാൻ പറ്റും. നമ്മുടെ ടെക്സ്റ്റിനകത്ത് കോഓപ്പറേറ്റീവ് ഓഡിറ്റ് എന്താണ് എന്നുള്ളൊരു കൃത്യമായിട്ടൊരു മീനിങ് കിടപ്പില്ല. അങ്ങനെ വരുമ്പോഴത്തേന് ഈ 2 മാർക്കിനോ 1 മാർക്കിനോ ചോദിക്കുമ്പോൾ ഈ പറയുന്ന ഒരു സെൻറ്റൻസ് പഠിച്ചു വെച്ചാൽ എഴുതാൻ എളുപ്പമായിരിക്കും. അപ്പോൾ കോഓപ്പറേറ്റീവ് ഓഡിറ്റ് ഈസ് എ ഫോം ഓഫ് എക്സ്റ്റേണൽ കൺട്രോൾ ദാറ്റ് വെരിഫൈസ് എ കോഓപ്പറേറ്റീവ് അദറൻസ് to its objective, structure, activities and compliance with laws and cooperative principles, ensuring operational efficiency and member oriented effectiveness എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ നമുക്ക് കുറച്ച് സഹകരണ തത്വങ്ങളുണ്ട്, അതേപോലെ തന്നെ സഹകരണ നിയമങ്ങളും ഉണ്ട്. അപ്പോൾ നമ്മുടെ സഹകരണ തത്വങ്ങളുടെയും സഹകരണ നിയമങ്ങളുടെയും അടിസ്ഥാനത്തിൽ തന്നെയാണ് നമ്മുടെ കോഓപ്പറേറ്റീവ് സ്ഥാപനം പ്രവർത്തിക്കുന്നത്. അതിൻ്റെ ഒബ്ജക്റ്റീവ്സിൻ്റെ അടിസ്ഥാനത്തിലും അതേപോലെ സ്ട്രക്ചർ, ആക്ടിവിറ്റി, ഇവയുടെ എല്ലാം അടിസ്ഥാനത്തിൽ ഇതെല്ലാം വളരെ കൃത്യമായിട്ട് നടക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുകയും അതുവഴി ആ സ്ഥാപനത്തിൽ ഒരു എഫിഷ്യൻസിയും എഫക്റ്റീവ്നെസ്സും ഉണ്ട് എന്ന് ഉറപ്പുവരുത്താൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന ഒരു എക്സ്റ്റേണൽ കൺട്രോളിനെ നമുക്ക് എന്ത് പറയാൻ പറ്റും, കോഓപ്പറേറ്റീവ് ഓഡിറ്റ് എന്ന് പറയാൻ പറ്റും. നമുക്കെല്ലാം അറിയാവുന്നതുപോലെ തന്നെ ഒരു സഹകരണ സ്ഥാപനത്തിൽ ഓഡിറ്റ് വർക്ക് കണ്ടക്ട് ചെയ്യുന്നത് ആ സ്ഥാപനത്തിൻ്റെ വെളിയിൽ നിന്ന് വരുന്ന ആളുകളാണ്. ആ സ്ഥാപനത്തിൻ്റെ തൊട്ട് മുകളിൽ നിൽക്കുന്ന സ്ഥാപനങ്ങളിൽ നിന്നാണ് കോഓപ്പറേറ്റീവ് ഓഡിറ്റ് ചെയ്യാൻ വേണ്ടി വരുന്നത്. കോഓപ്പറേറ്റീവ് ഓഡിറ്റ് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സെപ്പറേറ്റ് ഓഡിറ്റ് വിങ് ഉണ്ട് എന്നൊക്കെ നമ്മൾ ഈ കോഓപ്പറേറ്റീവ് മാനേജ്മെൻറ്റ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്ന പേപ്പറിൽ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഓഡിറ്റ് വിങ്ങിൽ നിന്ന് എല്ലാ സ്ഥാപനങ്ങളിലും ഒരു അക്കൗണ്ടിങ് അല്ലെങ്കിൽ കോഓപ്പറേറ്റീവ് ഇയർ അവസാനിക്കുന്ന സമയത്ത് എന്ത് ചെയ്യാറുണ്ട്, ഓഡിറ്റ് വർക്ക് കണ്ടക്ട് ചെയ്യാറുണ്ട് എന്നുള്ളതാണ് കേട്ടോ. ഇനി അതിന് ശേഷം നമുക്ക് പറയാനുള്ളത് ഫീച്ചേഴ്സ് ഓഫ് കോഓപ്പറേറ്റീവ് ഓഡിറ്റ് ആണ്. ഫീച്ചേഴ്സ് ഓഫ് കോഓപ്പറേറ്റീവ് ഓഡിറ്റ് എന്ന് പറയുമ്പോൾ കോഓപ്പറേറ്റീവ് ഓഡിറ്റിൻ്റെ പ്രധാനപ്പെട്ട സവിശേഷതകൾ എന്തൊക്കെയാണെന്നാണ്. ഒന്ന്, അദറൻസ് ടു കോഓപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ്. എന്നുവെച്ചാൽ കോഓപ്പറേറ്റീവ് ഓഡിറ്റ് കണ്ടക്ട് ചെയ്യുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്, കോഓപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസിൻ്റെ അടിസ്ഥാനത്തിലാണ്. കോഓപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് വളരെ കൃത്യമായിട്ട് നമ്മുടെ സ്ഥാപനത്തിൽ ഉപയോഗിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അതിനെ ഒന്നും വയലേറ്റ് ചെയ്യുന്നില്ല എന്ന് നമ്മൾ എന്തിലൂടെ മനസ്സിലാക്കണം, കോഓപ്പറേറ്റീവ് ഓഡിറ്റിലൂടെ മനസ്സിലാക്കണം എന്നാണ് പറയുന്നത്. അതേപോലെ ഒബ്സർവൻസ് ഓഫ് പ്രൊവിഷൻസ് ഓഫ് ആക്ട്, റൂൾസ് ആൻഡ് ബൈലോ.
എന്ന് വെച്ചാൽ ഈ സഹകരണ സ്ഥാപനങ്ങളെല്ലാം പ്രവർത്തിക്കുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? നമ്മുടെ നാട്ടിൽ പാസ്സാക്കിയിട്ടുള്ള ഒരു സഹകരണ നിയമത്തിൻ്റെയും അതേപോലെ അതിൽ പ്രതിപാദിക്കപ്പെടുന്ന പല റൂളുകളുടെയും അടിസ്ഥാനത്തിലാണ്. അതേപോലെ തന്നെ ഓരോ സ്ഥാപനത്തിലും ആ സ്ഥാപനത്തിൻ്റേതായിട്ടുള്ള എന്തുണ്ട്? ഒരു ബൈലോ ഉണ്ട്, നിയമാവലിയുണ്ട്. അപ്പോൾ ഈ നിയമം, അതേപോലെ തന്നെ അവിടുത്തെ റൂളുകൾ, ആ സ്ഥാപനത്തിൻ്റെ ബൈലോ, ഇവയെല്ലാം വളരെ കൃത്യമായി അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, പിന്നെ ഫോളോ ചെയ്യുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തേണ്ടത് നമ്മൾ കോഓപ്പറേറ്റീവ് ഓഡിറ്റിൻ്റെ ഒരു പ്രധാനപ്പെട്ട ചുമതലയാണ്. വാല്യുവേഷൻ ഓഫ് അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് ആൻഡ് വെരിഫിക്കേഷൻ ഓഫ് ക്യാഷ് ബാലൻസ് ആൻഡ് സെക്യൂരിറ്റീസ്. ഒരു സ്ഥാപനത്തിൻ്റെ അസറ്റുകളെയും ലയബിലിറ്റീസിനെയും കൃത്യമായിട്ട് വാല്യുവേഷൻ നടത്തുകയും അതേപോലെ തന്നെ ആ സ്ഥാപനത്തിൻ്റെ ക്യാഷ് ബാലൻസും സെക്യൂരിറ്റിയും കൃത്യമായിട്ട് വെരിഫൈ ചെയ്യുകയും ഏതിലൂടെ നമ്മൾ ചെയ്യുന്നുണ്ട്? കോഓപ്പറേറ്റീവ് ഓഡിറ്റിലൂടെ ചെയ്യുന്നുണ്ട്. വെരിഫിക്കേഷൻ ഓഫ് ബാലൻസസ് ഓഫ് ഡെപ്പോസിറ്റേഴ്സ് ആൻഡ് ക്രെഡിറ്റേഴ്സ് എന്ന് വെച്ചാൽ നമ്മുടെ സ്ഥാപനത്തിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ കോഓപ്പറേറ്റീവ് ബാങ്കിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്തിട്ടുള്ള ആളുകളുണ്ടല്ലോ, ഡെപ്പോസിറ്റേഴ്സ്. അതേപോലെ തന്നെ നമ്മൾ മറ്റുള്ള സ്ഥാപനങ്ങളിൽ നിന്നോ വ്യക്തികളിൽ നിന്നോ ഒക്കെ കടം മേടിച്ചിട്ടുണ്ടല്ലോ, അവരുണ്ടല്ലോ, ക്രെഡിറ്റേഴ്സ്. ഇവരുടെയൊക്കെ ബാലൻസ് വളരെ കൃത്യമായിട്ട് വെരിഫൈ ചെയ്യുന്നതും ഏതിലൂടെയാണ്? കോഓപ്പറേറ്റീവ് ഓഡിറ്റിലൂടെയാണ്. എക്സാമിനേഷൻ ഓഫ് ഓവർ ഡ്യൂ ഡെറ്റ്സ് ആൻഡ് ക്ലാസിഫിക്കേഷൻ ഓഫ് ബാഡ് ഡെറ്റ്സ് എന്ന് വെച്ചാൽ നമ്മുടെ ഓവർ ഡ്യൂ ഡെറ്റിനെ എക്സാമിനേഷൻ നടത്തുന്നു എന്ന് വെച്ചാൽ അവിടെ നമ്മൾ ഇപ്പോൾ പിന്നെ മെമ്പേഴ്സിന് നമ്മൾ എന്ത് കൊടുക്കാറുണ്ട്? ലോൺ കൊടുക്കാറുണ്ട്. അപ്പോൾ ഈ കൊടുക്കുന്ന ലോണുകളെല്ലാം കൃത്യസമയങ്ങളിൽ തിരിച്ചടവ് നടക്കണമെന്നില്ല. അപ്പോൾ അങ്ങനെ തിരിച്ചടവ് മുടങ്ങി കിടക്കുന്ന ലോണുകളെ നമ്മൾ ഓവർ ഡ്യൂ എന്നാണ് പറയുന്നത്, ഓവർ ഡ്യൂ ഡെറ്റുകൾ എന്നാണ് പറയുന്നത്. അതിൻ്റെ കൃത്യമായിട്ടുള്ള എക്സാമിനേഷനും അതേപോലെ ഈ ഓവർ ഡ്യൂ ഡെറ്റുകളെ നമ്മൾ എന്ത് ചെയ്യും? ക്ലാസിഫൈ ചെയ്യും. എന്ന് വെച്ചാൽ എന്താണ് സ്റ്റാൻഡേർഡ്, സബ് സ്റ്റാൻഡേർഡ്, അങ്ങനെ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? ക്ലാസിഫൈ ചെയ്യാറുണ്ട്. അപ്പോൾ അതേപോലെ പേഴ്സണൽ വെരിഫിക്കേഷൻ ഓഫ് മെമ്പേഴ്സ് ആൻഡ് എക്സാമിനേഷൻ ഓഫ് ദെയർ പാസ്ബുക്ക് എന്ന് വെച്ചാൽ ഓരോ മെമ്പേഴ്സിൻ്റെയും പേഴ്സണലായിട്ട് അവരെ വെരിഫൈ ചെയ്യുന്നു. അതേപോലെ തന്നെ അവരുടെ പാസ്ബുക്ക് വെരിഫൈ ചെയ്യുന്നു. എന്നുവെച്ചാൽ അവരുടെയൊക്കെ സമ്പാദ്യങ്ങൾ വളരെ കൃത്യമായിട്ട് അവിടെ ഉണ്ട് എന്നൊക്കെ ഉറപ്പുവരുത്തുന്നു. ഏഴാമത്തെ പോയിൻ്റായിട്ട് പറയുന്നത് ഡിസ്കഷൻ ഓഫ് ഡ്രാഫ്റ്റ് ഓഡിറ്റ് റിപ്പോർട്ട് വിത്ത് മാനേജിങ് കമ്മിറ്റി. മാനേജിങ് കമ്മിറ്റിയുമായിട്ട് ആ ഓഡിറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ഓഡിറ്റ് വർക്ക് കണ്ടക്ട് ചെയ്തിട്ടുള്ള ആ ഒരു ഉദ്യോഗസ്ഥൻ ഓഡിറ്റ് വർക്ക് കഴിയുമ്പോൾ എന്ത് സബ്മിറ്റ് ചെയ്യണം? ഒരു ഓഡിറ്റ് റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യണം. അപ്പം ആ ഡ്രാഫ്റ്റ് നമ്മളത് മാനേജിങ് കമ്മിറ്റി പാസ്സാക്കുന്നതിന് മുമ്പിട്ടായിട്ട് ആ ഓഡിറ്റ് റിപ്പോർട്ടിനെ നമ്മൾ വിളിക്കുന്നത് ഡ്രാഫ്റ്റ് ഓഡിറ്റ് റിപ്പോർട്ട് എന്നാണ്. ഈ ഡ്രാഫ്റ്റ് ഓഡിറ്റ് റിപ്പോർട്ട് ആരുമായിട്ട് ഡിസ്കഷൻ നടത്തണം? ഈ മാനേജിങ് കമ്മിറ്റിയുമായിട്ട് ഡിസ്കസ് ചെയ്യണം. എന്നാൽ മാത്രമേ ഈ ഡ്രാഫ്റ്റ് ഓഡിറ്റ് റിപ്പോർട്ടിനെ അവരെന്താക്കി തരത്തുള്ളൂ? പാസ്സാക്കി തരത്തുള്ളൂ എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ അത്രയാണ് നമ്മുടെ ഫീച്ചേഴ്സ് ഓഫ് കോഓപ്പറേറ്റീവ് ഓഡിറ്റ് എന്ന് പറയുന്നത്. നമുക്ക് പരീക്ഷയ്ക്കൊക്കെ പ്രതീക്ഷിക്കാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ പ്രതീക്ഷിക്കാൻ കഴിയുന്ന ഒരു ക്വസ്റ്റ്യനാണ് ഈ ഫീച്ചേഴ്സ് ഓഫ് കോഓപ്പറേറ്റീവ് ഓഡിറ്റ് എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് അടുത്തതായിട്ട് പറയാനുള്ളത് നീഡ് ഫോർ കോഓപ്പറേറ്റീവ് ഓഡിറ്റ് ആണ്. നീഡ് ഫോർ കോഓപ്പറേറ്റീവ് ഓഡിറ്റ്. ഇപ്പോൾ നീഡ് ഫോർ കോഓപ്പറേറ്റീവ് ഓഡിറ്റ് എന്ന് പറയുമ്പോൾ എന്താണ്? ദ മെമ്പേഴ്സ് ഓഫ് ദ സൊസൈറ്റി ആർ ടു ബി സാറ്റിസ്ഫൈഡ് ദാറ്റ് ദ അഫയേഴ്സ് ഓഫ് ദ സൊസൈറ്റി ആർ മാനേജ്ഡ് പ്രോപ്പർലി ആൻഡ് ഓൺ സൗണ്ട് ബിസിനസ് പ്രിൻസിപ്പിൾസ് എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ നമ്മൾ കോഓപ്പറേറ്റീവ് ഓഡിറ്റ് നടത്തുന്നത് എന്താവശ്യത്തിനാണ് എന്നുള്ളതാണ്. അതാണ് നീഡ് ഫോർ കോഓപ്പറേറ്റീവ് ഓഡിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഒന്നാമത്തെ ആവശ്യം എന്താണ്? ആ സൊസൈറ്റിയിൽ അംഗങ്ങളുണ്ടല്ലോ. അപ്പോൾ ഈ അംഗങ്ങളുടെ ഒരു കൂട്ടായ്മയാണ് നമ്മുടെ കോഓപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ അംഗങ്ങളെ കൃത്യമായിട്ട് സാറ്റിസ്ഫൈ ചെയ്യാൻ കഴിയുന്നു അല്ലെങ്കിൽ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്, നമ്മുടെ സ്ഥാപനം വളരെ ശരിയായ ദിശയിൽ മുന്നോട്ട് പോകുന്നുണ്ട് എന്നൊക്കെ ഉറപ്പ് വരുത്തുന്നത് എന്ത് വെച്ചിട്ടാണ്? നമ്മുടെ കോഓപ്പറേറ്റീവ് ഓഡിറ്റിൻ്റെ ബലത്തിലാണ്. രണ്ടാമത്തത് എ ലാർജ് നമ്പർ ഓഫ് സൊസൈറ്റീസ് ബോറോ ഫണ്ട്സ് ഫ്രം ഔട്ട്സൈഡ്. അപ്പം കുറേ സൊസൈറ്റികൾ നമ്മുടെ വെളിയിൽ നിന്ന് ബോറോ ചെയ്യാറുണ്ട്, ഫണ്ടുകൾ ബോറോ ചെയ്യാറുണ്ട്. ദ ക്രെഡിറ്റേഴ്സ് വുഡ് ബി കീൻ ടു സാറ്റിസ്ഫൈ ദംസെൽസ് ഓഫ് ദ ഫൈനാൻഷ്യൽ സൗണ്ട്നെസ് ആൻഡ് ക്രെഡിറ്റ് വർത്തിനെസ് ഓഫ് ദ സൊസൈറ്റി. അപ്പോൾ ഈ തിരിച്ചടയ്ക്കാൻ ഒട്ടും ശേഷിയില്ലാത്ത അല്ലെങ്കിൽ സാധ്യതയില്ലാത്ത ഒരു സൊസൈറ്റിക്ക് വെളിയിൽ നിന്ന് ആരും എന്ത് ചെയ്യാൻ സാധ്യതയില്ല, ഈ കടം കൊടുക്കാൻ സാധ്യതയില്ല. അതുകൊണ്ട് തന്നെ ഒരു സൊസൈറ്റിയുടെ ക്രെഡിറ്റ് വർത്തിനെസ് അല്ലെങ്കിൽ ആ ഫൈനാൻഷ്യൽ സൗണ്ട്നെസ് വളരെ കൃത്യമായിട്ട് നമുക്ക് എവിടെ നിന്ന് മനസ്സിലാക്കാൻ കഴിയും? ഒരു കോഓപ്പറേറ്റീവ് ഓഡിറ്ററിൻ്റെ റിപ്പോർട്ടിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ നമ്മളിപ്പോൾ ഒരു കോഓപ്പറേറ്റീവ് സൊസൈറ്റി ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൽ കുറച്ച്
പിന്നെ ഫണ്ട് കണ്ടെത്താൻ വേണ്ടി അല്ലെങ്കിൽ ഫണ്ട് കടം മേടിക്കാൻ വേണ്ടി പോകുമ്പോൾ അവർ ചിലപ്പം ആ സൊസൈറ്റിയോട് ചോദിക്കുന്നത് അവരുടെ ഓഡിറ്റേഴ്സ് റിപ്പോർട്ട് തരാനായിരിക്കും പറയുന്നത്. ഈ ഓഡിറ്റേഴ്സ് റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും ആ സൊസൈറ്റിക്ക് കുറച്ച് ഫണ്ട് കടം കൊടുക്കാൻ പറ്റുക. പറഞ്ഞ മനസ്സിലായോ? അപ്പോൾ അതൊരു നീഡാണ്. മൂന്നാമത്തത്, എ ലാർജ് നമ്പർ ഓഫ് പേഴ്സൺസ് ആർ എംപ്ലോയിഡ് ബൈ കോപ്പറേറ്റീവ്സ് ഫോർ മാനേജിങ് ദെയർ അഫയേഴ്സ്. In order to ensure that there is proper check on efficiency and integrity of employees, the management would require a systematic and a thorough check on their accounts. This purpose is served by cooperative audit. എന്ന് വെച്ചാൽ നമ്മുടെ കോപ്പറേറ്റീവ് സൊസൈറ്റികളിൽ ഒട്ടനവധി അംഗങ്ങളുണ്ട്. അംഗങ്ങൾ എന്ന് അല്ല പറയുന്നത്, എംപ്ലോയീസ് ഉണ്ട്. അപ്പോൾ ഈ എംപ്ലോയീസ് വളരെ കൃത്യമായി അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ അവർ നല്ല എഫിഷ്യൻസിയുള്ള നല്ല ഇൻറ്റഗ്രിറ്റി ഉള്ള എംപ്ലോയീസ് ആണ് എന്ന് ഉറപ്പാക്കേണ്ടതുണ്ട്. ആ ഒരു എഫിഷ്യൻസിയും ഇൻറ്റഗ്രിറ്റിയൊക്കെ ഉറപ്പാക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? അവർ തയ്യാറാക്കുന്ന അക്കൗണ്ടുകൾ വളരെ കൃത്യമായിട്ട് വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് എന്ത് ചെയ്യേണ്ടതുണ്ട്? ചെക്ക് ചെയ്യേണ്ടതുണ്ട് എന്നുള്ളതാണ്. നാലാമത്തെ, നോൺ മെമ്പേഴ്സ് ഹു ഡെപ്പോസിറ്റ് ദെയർ ഫണ്ട്സ് വിത്ത് കോപ്പറേറ്റീവ് ബാങ്ക്സ് വുഡ് ലൈക്ക് ടു സാറ്റിസ്ഫൈ ദംസെൽവ്സ് ദാറ്റ് ദെയർ ഫണ്ട്സ് ആർ സേഫ് വിത്ത് ദ ബാങ്ക്. ദിസ് ഈസ് പോസിബിൾ ബൈ കോപ്പറേറ്റീവ് ഓഡിറ്റേഴ്സ് റിപ്പോർട്ട്. എന്ന് വെച്ചാൽ നമ്മുടെ കോപ്പറേറ്റീവ് സ്ഥാപനത്തിലേക്ക് അല്ലെങ്കിൽ സഹകരണ സംഘത്തിലേക്ക് മെമ്പേഴ്സ് അല്ലാത്ത ആളുകളും ഫണ്ട് ഡെപ്പോസിറ്റ് ചെയ്യാറുണ്ട്. ചില ആൾക്കാരൊക്കെ ഡെപ്പോസിറ്റ് ചെയ്യും. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന സമയത്ത് അവർ ഈ സ്ഥാപനത്തിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ അവരുടെ ഫണ്ട് അവിടെ സുരക്ഷിതമാണ് എന്ന് ഉറപ്പാക്കേണ്ടതുണ്ട്. അങ്ങനെ ഉറപ്പാക്കണമെങ്കിലും അവർക്കും എന്താണ് വേണ്ടത്? ഈ കോപ്പറേറ്റീവ് ഓഡിറ്ററിൻ്റെ റിപ്പോർട്ടാണ്. അപ്പോൾ ഈ കോപ്പറേറ്റീവ് ഓഡിറ്റേഴ്സിൻ്റെ റിപ്പോർട്ട് വെച്ചിട്ടാണ് ഈ കാര്യങ്ങളെല്ലാം നോക്കുന്നത്. അപ്പോൾ നമ്മൾ ഏതൊരു സ്ഥാപനമായാലും കോപ്പറേറ്റീവ് സ്ഥാപനമായാലും അവിടെ എന്ത് നടത്തണം? നമ്മൾ കോപ്പറേറ്റീവ് ഓഡിറ്റ് നടത്തണം. അതാണ് കോപ്പറേറ്റീവ് ഓഡിറ്റിൻ്റെ പ്രധാനപ്പെട്ട നീഡായിട്ട് നമുക്ക് പറയാൻ കഴിയുക. ഓക്കെ, ഇനി അത് കഴിഞ്ഞാൽ നമ്മൾ പറയാൻ പോകുന്നത് ഒബ്ജക്റ്റീവ്സ് ഓഫ് കോപ്പറേറ്റീവ് ഓഡിറ്റാണ്. അപ്പോൾ ഇവിടെ നമുക്കൊരു ട്രിക്കുണ്ട്. ട്രിക്ക് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ എന്തായാലും ഓഡിറ്റിങ്ങിനകത്ത് ഒബ്ജക്റ്റീവ്സ് ഓഫ് ഓഡിറ്റ് പഠിക്കുന്നുണ്ട്. ആ ഒബ്ജക്റ്റീവ്സ് ഓഫ് ഓഡിറ്റ് തന്നെയാണ് യഥാർത്ഥത്തിൽ കോപ്പറേറ്റീവ് ഓഡിറ്റിൻ്റെയും ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുക. എല്ലാം സ്ഥാപനങ്ങൾ തന്നെയാണല്ലോ. അപ്പോൾ എല്ലാ സ്ഥാപനങ്ങളിലും ഓഡിറ്റ് വർക്ക് ചെയ്യുന്നതിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള ചില ഒബ്ജക്റ്റീവുകളുണ്ട്. ആ ഒബ്ജക്റ്റീവ് തന്നെയാണ് കോപ്പറേറ്റീവ് ഓഡിറ്റിൻ്റെയും ബേസിക് ആയിട്ടുള്ള ഒബ്ജക്റ്റീവ് എന്ന് നമ്മൾ പറയുന്നത്. മനസ്സിലായോ? അപ്പം നിങ്ങൾക്ക് ഈ പോയിന്റ് വായിക്കുമ്പം മനസ്സിലാവും. ഇപ്പം ഓഡിറ്റിംഗ് പേപ്പർ പഠിക്കുന്ന ഒരാൾക്ക് അല്ലെങ്കിൽ ഓഡിറ്റിംഗ് പേപ്പറിൻ്റെ ക്ലാസ്സിൽ ശ്രദ്ധിച്ചിരിക്കുന്ന ഒരാൾക്ക് ഇനി താഴെ പറയാൻ പോകുന്ന പോയിന്റുകൾ കേൾക്കുമ്പോൾ മനസ്സിലാവും അതും ഇതും ഏകദേശം ഒന്ന് തന്നെയാണല്ലോ എന്ന് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഒന്നാമത്തെ പോയിന്റ്, വെരിഫിക്കേഷൻ ഓഫ് ദ ആക്യുറസി ഓഫ് ദ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ആൻഡ് അസർട്ടൈനിങ് ദ കറക്റ്റ്നെസ് ഓഫ് അക്കൗണ്ട്സ്. എന്ന് വെച്ചാൽ നമ്മൾ തയ്യാറാക്കുന്ന ബുക്സ് ഓഫ് അക്കൗണ്ട്സ് വളരെ കൃത്യമാണ് എന്ന് ഉറപ്പുവരുത്താൻ കോപ്പറേറ്റീവ് ഓഡിറ്റ് ആവശ്യമാണ്, അല്ലെങ്കിൽ അത് ചെയ്യേണ്ടത് കോപ്പറേറ്റീവ് ഓഡിറ്റിൻ്റെ ഒരു ലക്ഷ്യമാണ്. രണ്ടാമത്തത്, ഡിറ്റക്ഷൻ ഓഫ് ക്ലറിക്കൽ എറേഴ്സ് ആൻഡ് എറേഴ്സ് ഓഫ് പ്രിൻസിപ്പിൾ ആൻഡ് പ്രിവെൻഷൻ ഓഫ് സച്ച് എറേഴ്സ്. എന്ന് വെച്ചാൽ എറർ ഓഫ് പ്രിൻസിപ്പിൾസും ക്ലറിക്കൽ എററുകളും കണ്ടെത്തുക. നമ്മൾ ഓഡിറ്റിങ്ങിൽ പഠിക്കുന്നുണ്ട്. പ്രധാനമായിട്ടും അക്കൗണ്ടിങ് എററുകൾ എന്ന് പറയുന്നത് രണ്ട് തരത്തിലാണ്. ഒന്ന് എറർ ഓഫ് പ്രിൻസിപ്പിളാണ്, രണ്ടാമത്തെ ക്ലറിക്കൽ എററാണ്. ക്ലറിക്കൽ എററിനെ പിന്നെയും തരംതിരിക്കുന്നുണ്ട്. ഏതൊക്കെയാണ്? എറർ ഓഫ് കമ്മീഷൻ, എറർ ഓഫ് ഒമിഷൻ, കോമ്പൻസേറ്റിംഗ് എറർ, അങ്ങനെ 3-4ആയിട്ടൊക്കെ തരംതിരിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഈ ക്ലറിക്കൽ എററും എറർ ഓഫ് പ്രിൻസിപ്പിളും കണ്ടെത്തുകയും ആ എററുകൾ ഇനി വരാതിരിക്കാൻ സൂക്ഷിക്കുകയും ചെയ്യുന്നു. പ്രിവെൻഷനോടുണ്ട്. മൂന്നാമത്തെ, ഡിറ്റക്ഷൻ ആൻഡ് പ്രിവെൻഷൻ ഓഫ് ഫ്രോഡ്. ഫ്രോഡ് അറിയാമല്ലോ. ഫ്രോഡെന്ന് വെച്ചാൽ എന്താണ്? നമ്മൾ അറിഞ്ഞുകൊണ്ട് വരുത്തുന്ന മിസ്റ്റേക്കുകളെ അല്ലെങ്കിൽ തെറ്റുകളെ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഫ്രോഡ് എന്ന് പറയാൻ പറ്റും. അപ്പോൾ അങ്ങനെ അറിഞ്ഞുകൊണ്ട് തെറ്റുകൾ വരുത്തുവാണെങ്കിൽ ആ ഫ്രോഡുകൾ കൃത്യമായിട്ട് കണ്ടെത്തുകയും ആ ഫ്രോഡുകൾ പിന്നെ വരാതിരിക്കാൻ സൂക്ഷിക്കുകയും ചെയ്യണം. അതേപോലെ എക്സാമിനേഷൻ ഓഫ് ദ അഫയേഴ്സ് ഓഫ് ദ സൊസൈറ്റി in order to ascertain whether they have been carried on in accordance with the provisions of the cooperative law and the principles of cooperation and on sound business principles. എന്ന് വെച്ചാൽ നമ്മുടെ സൊസൈറ്റി പ്രവർത്തിച്ച് മുന്നോട്ട് പോകുന്നത് വളരെ കൃത്യമായി അവിടെ നിലനിൽക്കുന്ന സഹകരണ നിയമത്തിൻ്റെയും അതേപോലെ സഹകരണ തത്വങ്ങളുടെയും അതേപോലെ ബിസിനസ് പ്രിൻസിപ്പിൾസിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ തന്നെയാണ് നമ്മുടെ സൊസൈറ്റി പ്രവർത്തിച്ച് മുന്നോട്ട് പോകുന്നത് എന്ന് ഉറപ്പുവരുത്തേണ്ടത് കോപ്പറേറ്റീവ് ഓഡിറ്റിൻ്റെ ഒരു ലക്ഷ്യമാണ്. അതേപോലെ അസസ്മെൻറ്റ് ഓഫ് ദ എക്സ്റ്റെൻഡ് ടു വിച്ച് ദ കണ്ടീഷൻസ് ഓഫ് ദ മെമ്പേഴ്സ് particularly their economic conditions have improved by the operations of the society. എന്ന് വെച്ചാൽ നമ്മുടെ
ഒരു കോഓപ്പറേറ്റീവ് സൊസൈറ്റിയിൽ അല്ലെങ്കിൽ ഒരു സഹകരണ സംഘത്തിൽ അംഗമായിരിക്കുന്ന ഒരു വ്യക്തിക്ക് ഈ ഒരു കോഓപ്പറേഷനിലൂടെ ഒരു സഹകരണ സംഘം കൊണ്ട് എന്തെങ്കിലും തരത്തിലുള്ള ആ ഒരു കണ്ടീഷൻ ചേഞ്ച് ചെയ്തിട്ടുണ്ടോ? പർട്ടിക്കുലർലി അവർ പറയുന്ന എക്കണോമിക് കണ്ടീഷനാണ്. നമ്മുടെ സൊസൈറ്റിയിൽ പ്രവർത്തിക്കുന്നത് കൊണ്ട് അദ്ദേഹത്തിൻ്റെ എക്കണോമിക് കണ്ടീഷൻസിൽ എന്തെങ്കിലും ഒരു മാറ്റം വന്നിട്ടുണ്ടോ എന്നുറപ്പാക്കുക. അതേപോലെ സർട്ടിഫിക്കേഷൻ ഓഫ് ആക്ച്വൽ പ്രോഫിറ്റ് റിയലൈസ്ഡ് ഓർ ലോസ് ഇൻകേർഡ്. ആ സ്ഥാപനം നമ്മൾ യഥാർത്ഥത്തിൽ സഹകരണ സംഘങ്ങൾ പ്രവർത്തിക്കുന്നത് ലാഭം നേടാനോ ഒന്നുമല്ല. എന്താണ് ആ സൊസൈറ്റിയുടെയും അവിടുത്തെ അംഗമായിട്ടുള്ള ആളുകളുടെയും സാമൂഹിക ഉന്നമനമാണ് ഏറ്റവും വലിയ ലക്ഷ്യമെന്ന് പറയുന്നത്. അല്ലെങ്കിൽ സർവീസ് കൊടുക്കലാണ് ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യമായി പറയുന്നത്. എന്നാൽ പോലും നമ്മുടെ സൊസൈറ്റി ലാഭം വേണ്ട എന്ന് പറയുന്നില്ല. അതല്ല, നമ്മുടെ സൊസൈറ്റി ഒരു സഹകരണ സ്ഥാപനം ഒരേ സമയം സർവീസ് ഓറിയൻറ്റഡ് ആണ്, അതേപോലെ തന്നെ ഒരു ബിസിനസ് ഓറിയൻറ്റഡ് കൂടിയാണ് എന്നൊക്കെ നമ്മൾ 4ാമത്തെ സെമസ്റ്ററിൽ പഠിച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ എന്താണ് അവിടെ ആക്ച്വൽ പ്രോഫിറ്റ് റിയലൈസ്ഡ് ആയിട്ടുള്ള എത്രയുണ്ട്, അല്ലെങ്കിൽ നമുക്ക് എത്ര ലോസ് സംഭവിച്ചു എന്നൊക്കെ നമുക്കവിടെ സർട്ടിഫിക്കേഷൻ നടത്താൻ കഴിയും ഈ കോഓപ്പറേറ്റീവ് ഓഡിറ്റിലൂടെ. ഇനി നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ലാസ്റ്റ് ഏറ്റവും അവസാനമായി പറയാൻ പോകുന്ന പോയിൻ്റ് അഡ്വാൻറ്റേജസ് ഓഫ് കോഓപ്പറേറ്റീവ് ഓഡിറ്റ് ആണ്. അഡ്വാൻറ്റേജസ് എന്ന് പറയുമ്പോൾ അത് നമ്മൾ സാധാരണ പറയുമ്പോൾ അങ്ങ് പറഞ്ഞു പോയാൽ മതി. ഹെൽപ്പിംഗ് ടു പ്രൊട്ടക്ട് അസറ്റ്സ് ത്രൂ ഫിസിക്കൽ വെരിഫിക്കേഷൻ ഓഫ് അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ്. അസറ്റുകളെയും ലയബിലിറ്റികളെയും ഡയറക്റ്റ് നമ്മൾ ഫിസിക്കലായി തന്നെ വെരിഫൈ ചെയ്യുന്നു. ആ വെരിഫൈ ചെയ്യുന്നതിലൂടെ ആ അസറ്റുകളെ നമുക്ക് പ്രൊട്ടക്റ്റ് ചെയ്യാൻ സാധിക്കും. രണ്ടാമത്തെ, ചെക്ക് ദ ഇൻകറൻസ് ഓഫ് എക്സ്പെൻഡിച്ചർ ഫോർ ദ റിയൽ പർപ്പസ് ഓർ നോട്ട്. എന്നുവെച്ചാൽ അവിടെ നമ്മൾ എഴുതി സൂക്ഷിച്ചിട്ടുള്ള ചിലവുകൾ, ആ ചിലവുകൾ വളരെ ശരി തന്നെയാണ്, അല്ലെങ്കിൽ യഥാർത്ഥ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് ഈ ഫണ്ട് ചിലവാക്കിയിട്ടുള്ളത് എന്നുറപ്പിക്കാൻ കഴിയും. അതേപോലെ സ്പെൻഡിങ് മേഡ് ആർ ഇൻ അക്കോർഡൻസ് വിത്ത് ദ സാങ്ഷൻ ഓഫ് ദ ജനറൽ ബോഡി. ജനറൽ ബോഡിയുടെ സാങ്ഷൻ തന്നിട്ടുള്ള ആ സ്പെൻഡിങ് തന്നെയാണോ, അല്ലെങ്കിൽ ആ ചിലവുകൾ തന്നെയാണോ അവിടെ ഉള്ളത്, അതോ ജനറൽ ബോഡി പറഞ്ഞതിനേക്കാൾ കൂടുതൽ ഫണ്ട് അവിടെ ചിലവഴിച്ചിട്ടുണ്ടോ, വിനിയോഗിച്ചിട്ടുണ്ടോ എന്നൊക്കെ മനസ്സിലാക്കാൻ കഴിയും. റെഡ്യൂസ് ദ പോസിബിലിറ്റി ഓഫ് ഫ്രോഡ്. അവിടെ ഫ്രോഡ് ഇല്ലാതെയാക്കാൻ കഴിയും. റെഡ്യൂസ് ദ പോസിബിലിറ്റി ഓഫ് എററുകളുടെ പോസിബിലിറ്റി കുറയ്ക്കാൻ കഴിയും. അതേപോലെ ഇംപ്രൂവിങ് എഫിഷ്യൻസി ഇൻ ഓപ്പറേഷൻസ്. പ്രവർത്തനത്തിൽ എന്ത് കൊണ്ടുവരാൻ കഴിയും? ഒരു എഫിഷ്യൻസി കൊണ്ടുവരാൻ കഴിയും, അല്ലെങ്കിൽ ഉള്ള എഫിഷ്യൻസി വർദ്ധിപ്പിക്കാൻ കഴിയും. ഇൻക്രീസിങ് ഫൈനാൻഷ്യൽ റിലയബിലിറ്റി ആൻഡ് ഇൻറ്റഗ്രിറ്റി. അവിടുത്തെ സാമ്പത്തിക റിലയബിലിറ്റി, ആ റിലയബിലിറ്റിയും ഇൻറ്റഗ്രിറ്റിയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വർദ്ധിപ്പിക്കാൻ കഴിയും. എൻഷുറിങ് കംപ്ലയൻസ് വിത്ത് ലോസ് ആൻഡ് സ്റ്റാറ്റ്യൂട്ടറി റെഗുലേഷൻസ്. അവിടെ നിലനിൽക്കുന്ന നിയമങ്ങളെ വളരെ കൃത്യമായി തന്നെ നമ്മൾ ഫോളോ ചെയ്യുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്താൻ കഴിയും. അതേപോലെ എസ്റ്റാബ്ലിഷിങ് മോണിറ്ററിങ് പ്രൊസീജിയേഴ്സ്. നമ്മുടെ എല്ലാ ധനകാര്യ ഇടപാടുകളെയും വളരെ കൃത്യമായി തന്നെ മോണിറ്റർ ചെയ്യുന്നുണ്ട്. ആ പ്രൊസീജിയേഴ്സ് എല്ലാം വളരെ കൃത്യമായി നടക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്താൻ കഴിയും. ഇത്രയാണ് പ്രധാനപ്പെട്ട അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് പറഞ്ഞ പോയിന്റുകൾ എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? നമ്മളൊന്ന് പറഞ്ഞത് എന്താണ് കോഓപ്പറേറ്റീവ് ഓഡിറ്റ് എന്ന് പറഞ്ഞു. രണ്ടാമത് നമ്മൾ കോഓപ്പറേറ്റീവ് ഓഡിറ്റിൻ്റെ ഫീച്ചേഴ്സാണ് പറഞ്ഞത്. പിന്നെ നീഡ് പറഞ്ഞിട്ടുണ്ട്. നീഡ് ഫോർ കോഓപ്പറേറ്റീവ് ഓഡിറ്റ് പറയുന്നുണ്ട്. നീഡ് ഫോർ കോഓപ്പറേറ്റീവ് ഓഡിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പറഞ്ഞത് ഒബ്ജക്റ്റീവ്സ് ആണ്. ഒബ്ജക്റ്റീവ്സും അഡ്വാൻറ്റേജസും പറഞ്ഞു കേട്ടോ. ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഞാൻ കമൻറ്റുകളൊക്കെ കണ്ടിട്ടുണ്ട്. നമ്മൾ ആ പ്രോബ്ലം മൊഡ്യൂൾ സെക്കൻഡ് മൊഡ്യൂളും അതേപോലെ തന്നെ 3ാമത്തെയും 4ാമത്തെയും മൊഡ്യൂളുകൾ പ്രോബ്ലംസ് മൊഡ്യൂളുകളാണ്. അത് വളരെ കൃത്യമായി തന്നെ ഉടൻ തന്നെ ഒരു 2 ആഴ്ചയ്ക്കുള്ളിൽ തന്നെ അപ്ലോഡ് ചെയ്യാൻ മാക്സിമം ശ്രമിക്കുന്നതാണ്.